എൻ്റെ പേര് അശ്വിൻ. ഞാൻ നിങ്ങൾക്ക് NMMSൻ്റെ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം നിങ്ങൾക്ക് 5 മുതൽ 7 വരെ നിങ്ങൾ സയൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി എന്ന് പഠിക്കാൻ തുടങ്ങുന്നത് നമ്മൾ 8th സ്റ്റാൻഡേർഡ് മുതലാണ്, അല്ലെ 8ാം ക്ലാസ് മുതലാണ് നമ്മൾ കെമിസ്ട്രി എന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ നിന്ന് NMMSന് ഏകദേശം 13 മാർക്കിനോളം ചോദ്യങ്ങൾ പല എക്സാമിനായിട്ട് അതങ്ങനെ മാറി മാറി വരും. ഏകദേശം ഒരു 10-13 റേഞ്ച് മാർക്കിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 സയൻസ് സബ്ജക്റ്റുകളിൽ നിന്ന് NMMSന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ കെമിസ്ട്രി ഭാഗത്ത് നിന്ന് കൂടുതലായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് 8ാം ക്ലാസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. 5, 6, 7 നിങ്ങൾ സയൻസ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ അതിൽ കെമിസ്ട്രിയിൽ നിന്ന് വളരെ ചെറിയൊരു മാർക്കിന് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ ചോദ്യങ്ങളും കാണുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും കാണാൻ പറ്റുന്നത് 8ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പാഠഭാഗം. അതായത് നമ്മൾ 8ാം ക്ലാസ്സിൽ നമുക്ക് 8ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 8ാം ക്ലാസ്സിലെ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് 8ഓളം ചാപ്റ്റേഴ്സ് 8th സ്റ്റാൻഡേർഡിലെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമ്മളെ ക്ലാസ് എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സും, അതായത് 8ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ. അല്ലാതെ ഞാൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ചാപ്റ്റർ, ഇപ്പം നിങ്ങൾ 8th ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം പദാർത്ഥങ്ങളുടെ സ്വഭാവം, അല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. പദാർത്ഥങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഈ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് NMMSന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ള വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഓരോ ചാപ്റ്റർ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള, അപ്പോൾ ഞാൻ 5, 6, 7 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് ഞാൻ അതും കൂടി എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ല, പദാർത്ഥങ്ങളുടെ സ്വഭാവം. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പദാർത്ഥം, വാട്ട് ഈസ് മാറ്റർ എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്, അല്ലേ. എന്താണ് പദാർത്ഥം അല്ലെങ്കിൽ വാട്ട് ഈസ് മാറ്റർ? ഓക്കെ, പദാർത്ഥം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ NMMS പോലുള്ളൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു പോവുക എന്നുള്ളൊരു കാര്യമല്ല, നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും വാട്ട് ഈസ് മാറ്റർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം വരില്ല. പക്ഷേ നമ്മൾ എന്താണ് മാറ്റർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാറ്റർ എന്താണ് അല്ലെങ്കിൽ പദാർത്ഥം എന്താണ്, ഓക്കെ, അതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പദാർത്ഥങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ ഉൾപ്പെടെ ഒരുപാട് ജന്തുജീവജാലങ്ങൾ നമ്മളെ അറ്റ്മോസ്ഫിയറിൽ, നമ്മളെ അന്തരീക്ഷത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്, നമ്മളെ എൻവയോൺമെൻറ്റിലുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള സസ്യങ്ങളുണ്ട്, അങ്ങനെ പല ജീവജാലങ്ങളുണ്ട്. ഇവയെല്ലാം ചേർത്ത് നമ്മൾ പറയുന്നതാണ് പദാർത്ഥം. അപ്പോൾ പദാർത്ഥത്തിന് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്ററിന് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിൽക്കാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായിട്ടുള്ള എന്തിനേയും നമുക്ക് പദാർത്ഥം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കൊരു പദാർത്ഥം എന്ന് പറയാം, അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയാം. കാരണം എന്താ, എനിക്ക് ഈ എൻവയോൺമെൻറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ യൂണിവേഴ്സിൽ എനിക്ക് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ആവശ്യമാണ്, അല്ല, എനിക്ക് ഈ യൂണിവേഴ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ആണല്ലോ. എനിക്ക് എന്നല്ല, ഞാൻ ഈ കൈ പിടിച്ച ചോക്കിനായാൽ പോലും എന്തിനും, ഓക്കെ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എന്തിപ്പോൾ ബോർഡാണെങ്കിലും ചോക്കാണെങ്കിലും ബെഞ്ചാണെങ്കിലും ഡെസ്ക് ആണെങ്കിലും ഒക്കെ, ഇതിനൊക്കെ ഈ യൂണിവേഴ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസാണ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതിനൊക്കെ എന്തുണ്ട്, മാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാസുള്ള എന്തിനേയും നമുക്ക് എന്ത് പറയാം,
മാസും ഒക്യുപ്പൈ ചെയ്യാനൊരു സ്പേസും ആവശ്യമായിട്ടുള്ള എന്തിനെ നമുക്ക് എന്ത് പറയാം, പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയാം. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വൈറസുകൾ വരെ പറയാം. കാരണം വൈറസ് എന്ന് പറയുന്നൊരു നമ്മളിപ്പം കൊറോണ വൈറസ് അല്ലേ, ഇപ്പം നമ്മളെല്ലാവരും ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു വൈറസാണ് കൊറോണ വൈറസ്. അപ്പോൾ ഈ കൊറോണ വൈറസ് ഒരു മാറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റർ ആണ്. കാരണം എന്താ, ഈ വൈറസിനും ഈ എൻവയോൺമെൻറ്റിൽ ഒക്യുപ്പൈ ചെയ്യാനൊരു സ്പേസ് ആവശ്യമാണ് അല്ലേ. കാരണം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ. കാരണം നമ്മൾ അന്തരീക്ഷത്തിൽ എന്തുണ്ട്, നമ്മളെ ചുറ്റുവട്ടത്ത് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്, വൈറസ് ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കതിനെ കാണാനുള്ള നമ്മുടെ കണ്ണിന് കാണുന്നതിന് എന്തുണ്ട്, ഒരു പരിധിയുണ്ട് അല്ലേ. നമ്മൾ ഓരോ അവയവങ്ങൾക്കും ഓരോരോ പരിമിതികളുണ്ട്. നമ്മൾ മാക്സിമം കാണാൻ പറ്റുന്ന ദൂരം കാണുന്നതിനും നമ്മൾ വളരെ ചെറിയ ദൂരം കാണുന്നതിനൊക്കെ നമുക്ക് എന്തുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ വൈറസും ഒക്കെ എന്തുതന്നെയാണെന്ന് പറയാം, പദാർത്ഥം അല്ലെങ്കിൽ മാറ്റർ ആണെന്ന് പറയാം. അപ്പോൾ മാറ്റർ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മാറ്റർ എന്നതിനെക്കുറിച്ച് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടത് മൊത്തം മാറ്റേഴ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ NMMSന് വന്നിട്ടുള്ള നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചോദ്യം തരാം. ആദ്യം ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ചോദ്യം 8ാം ക്ലാസ്സിലെ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത് എവിടെ നിന്നാണ് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് ആ ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി നിങ്ങൾ പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ NMMSന് എങ്ങനെയാണ്, അതിന് എക്സാമിന് എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഓരോ ചോദ്യം പേപ്പർ എടുത്ത് എഴുതി വെക്കുക. പിന്നെ ഞാൻ പറയുന്നത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെറിയ പോയിൻറ്റ്സ് ആക്കി എന്ത് ചെയ്യുക, ഒരു നോട്ടിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പെട്ടെന്ന് കൂടുതലായിട്ട് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ ഗ്യാസസ് സ്റ്റേറ്റ്സ്. ഓക്കെ, മലയാളമാണ്. താഴെ പറയുന്നവയിൽ വാതകാവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? NMMS 2017 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 2017 NMMS എക്സാം നടത്തിയ സമയത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ ഗ്യാസസ് സ്റ്റേറ്റ്. ഓക്കെ, അതിൽ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ആർ മാക്സിമം. സെക്കൻഡ്, ഇൻ്റർമോളിക്കുലാർ സ്പേസ് ഈസ് maximum. Third one, have definite shape and volume. Fourth one, have definite volume but no definite shape. ഓക്കെ, അതിൻ്റെ മലയാളം ഞാൻ വായിക്കാം. അന്തർ തന്മാത്രാ ബലങ്ങൾ ഏറ്റവും കൂടുതൽ. സെക്കൻഡ് വൺ, അന്തർ തന്മാത്രാ സ്ഥലം ഏറ്റവും കൂടുതൽ. മൂന്നാമത്തത്, നിയതമായ ആകൃതിയും വ്യാപ്തവുമുണ്ട്. നാലാമത്തത്, നിയതമായ വ്യാപ്തമുണ്ട് എന്നാൽ നിയതമായ ആകൃതി ഇല്ല. ഓക്കെ, ഇതാണ് ഓപ്ഷൻസ്. ഈ ഓപ്ഷൻ കിട്ടിയപ്പം നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചോദ്യം എഴുതിയെടുക്കാം കേട്ടോ. ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫുൾ എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വീഡിയോ നിർത്തിയിട്ടൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് തോന്നുന്നത്? ചോദ്യം നിങ്ങൾ നന്നായിട്ട് വായിക്കുക അല്ലേ. വാതക അവസ്ഥയിൽ ശരിയായ പ്രസ്താവന, വാതക അവസ്ഥയിലുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. അപ്പോൾ വാതകാവസ്ഥയുടെ പ്രത്യേകത നമ്മൾ അറിയണം അല്ലേ, എന്നാലേ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം വാതകാവസ്ഥയിൽ ഇപ്പം ഓപ്ഷൻസൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് പറയാം. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് നമുക്കറിയേണ്ടത് എന്താ, നമ്മൾ മാറ്റേഴ്സിനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് സോളിഡ് അല്ലേ, ഫസ്റ്റ് വണ്ണാണ് സോളിഡ് എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ലിക്വിഡ് എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയും, ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ, ഖരം, ദ്രാവകം, വാതകം. ഇങ്ങനെ 3 തരത്തിൽ നമ്മൾ മാറ്റേഴ്സിനെ അല്ലെങ്കിൽ നമ്മളെ അന്തരീക്ഷത്തിലുള്ള പദാർത്ഥങ്ങളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എന്താ, നമ്മൾ എന്ത് തരത്തിലുള്ളൊരു മാറ്ററാണ്, നമ്മൾ സോളിഡ് ഫോമാണ് അല്ലേ. കാരണം നമുക്ക് എന്തുണ്ട്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ലിക്വിഡ്, അടുത്തതാണ് ലിക്വിഡ്. നമ്മളൊരു ലിക്വിഡാണോ? അല്ല.
ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലേ, വാട്ടർ ഒരു ലിക്വിഡാണ്, ഒരു ദ്രാവകമാണ്. അതേപോലെ തന്നെ കെറോസിൻ, മണ്ണെണ്ണ ഒരു ലിക്വിഡാണ് അല്ലേ. അങ്ങനെയുള്ള ഒരുപാട് ലിക്വിഡ്സ് നിങ്ങളെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഗ്യാസസ്, ഒരുപാട് ഗ്യാസസ് മോളിക്യൂൾസും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഓക്സിജൻ. കാരണം നമ്മൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട്, റെസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസാണ് അത് ഓക്സിജൻ ഗ്യാസ്. അപ്പോൾ 3 തരത്തിലുള്ള മാറ്റേഴ്സ് അല്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അത് കഴിഞ്ഞിട്ടുമുണ്ട് പ്ലാസ്മ എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. 4ാമത്തെ സ്റ്റേറ്റാണ് പ്ലാസ്മ. 5ാമത്തെ സ്റ്റേറ്റാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്സ് പഠിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനില്ല, നമുക്ക് 8ാം ക്ലാസ് വരെയുള്ള നിങ്ങൾക്ക് എന്ത് വരെ പഠിച്ചാൽ മതി, പ്ലാസ്മ വരെ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അതിന് മുകളിലേക്ക് വേണ്ട എന്നല്ല, നമുക്ക് സിലബസിലോ കാര്യങ്ങളിലോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനില്ല. പക്ഷേ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഒന്നുകൂടെ നമ്മൾ പഠിച്ചു വെക്കുക പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സണ്ണിൽ, സൂര്യനകത്ത് അല്ലേ, സൂര്യൻ എന്ന് പറഞ്ഞാൽ ചുട്ട് പഴുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാറാണ്, നക്ഷത്രമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനകത്ത് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ ഏത് ഫോമിലാണ്, പ്ലാസ്മ രൂപത്തിലാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ചൂട് പിടിച്ച് കിടക്കുന്ന ആ രൂപം അല്ലേ, അതിനെ നമുക്ക് എന്ത് സ്റ്റേറ്റ് എന്ന് പറയാം, പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതുപോലെ തന്നെ പ്ലാസ്മ. അപ്പോൾ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് സ്റ്റേറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മ സ്റ്റേറ്റാണ് യൂണിവേഴ്സിൽ കൂടുതലുള്ള സ്റ്റേറ്റ്. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൻ്റെ പ്രത്യേകതകളാണ് ഈ ഒരു ചോദ്യം. ഇപ്പം നമുക്ക് തന്ന ചോദ്യത്തിൽ ഗ്യാസസിൻ്റെ പ്രത്യേകതകളാണ് അല്ലെ, വാതകത്തിൻ്റെ കുറച്ച് പ്രത്യേകത തന്നിട്ട് അതിൽ തെറ്റായത് ഏത് അല്ലെങ്കിൽ ശരിയായത് ഏത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്ന ഈ 3 കാര്യത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഈ ഒരു ചോക്കിനെ എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഒരു സോളിഡ് ആണെന്ന് പറയാം അല്ലേ. ഈ കാണുന്ന ചോക്ക് എന്ന് പറയുന്നത്, ചോക്ക് പീസ് എന്താണ്, ഒരു സോളിഡ് ഫോമിലുള്ള മാറ്ററാണ്. ഓക്കെ, ഇനി ഈ സോളിഡ് അല്ലെങ്കിൽ ഖരം എന്ന് പറയും, മലയാളത്തിൽ ഖരം എന്ന് പറയും. അപ്പോൾ ഈ ഖര രൂപത്തിലുള്ള ഇതിന് എന്തുകൊണ്ട് ഞാൻ ഇതിനെ ഖരം എന്ന് വിളിച്ചു, ഇതിനെ എനിക്ക് വ്യക്തമായിട്ട് ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ. ഈ ചോക്ക് പീസിന് എന്തുണ്ട്, വ്യക്തമായ ഒരു ആകൃതി ഉണ്ടല്ലോ, ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കാണാൻ പറ്റും, സ്പർശിക്കാൻ പറ്റും, നമുക്കതിനെ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും അല്ല. ഈ ചോക്ക് പീസിനെ എനിക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനൊരു ഫിക്സഡ് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് എങ്ങനെയുണ്ടായത്, ഈ കാണുന്ന ചോക്ക് പീസിന് എങ്ങനെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായി? അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചോക്ക് പീസിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ. നമ്മളിപ്പോൾ ഒരു വീട് പല ഷേപ്പാണ് ഉണ്ടാവുക അല്ലേ. എന്തുകൊണ്ടാണ് വീടുകൾ പല ഷേപ്പാവുന്നത്? ഓരോ വീടും ഉണ്ടാക്കിയിട്ടുള്ളത് കല്ലുകൊണ്ട് തന്നെയാണ്. പക്ഷേ കല്ലിൻ്റെ ഷേപ്പ് എന്താണ്, കല്ലാണ്ടാണ് ഉണ്ടാക്കിയത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ആ കല്ല് എങ്ങനെയാണ് വെച്ചത് നോക്കണം. അങ്ങനെയല്ലേ വീടിന് പല ഷേപ്പുകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ചോക്ക് പീസിനകത്തുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ അടുക്കി വെച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനൊരു വ്യക്തമായിട്ടുള്ളൊരു ഷേപ്പാണ്. അതായത് ആ പാർട്ടിക്കിൾസൊക്കെ എന്താണ്, വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ, ക്ലോസ്ലി പാക്ക്ഡ് ആയതുകൊണ്ടാണ് ഈ ചോക്ക് പീസിന് എന്ത് വരുന്നത്, ഇതിന് വ്യക്തമായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫിക്സഡ് ഒരു വ്യക്തമായിട്ടുള്ളൊരു ഷേപ്പ് നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ നിങ്ങളോ എല്ലാവരോടും റൗണ്ടായിട്ട് നിൽക്കാൻ വേണ്ടി പറയാം. റൗണ്ടായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും അടുത്തടുത്ത് നിന്നാലല്ലേ റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നൊരു ഷേപ്പ് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഓരോ ക്ലാസ്സിൻ്റെ 4 മൂലയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അതൊരു റൗണ്ട് ഷേപ്പ് ആവുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പ് ഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൈ പിടിച്ച് എന്ത് ചെയ്യണം, അടുത്തടുത്ത് നിൽക്കണം. അപ്പോഴല്ലേ ഒരു ഫിക്സഡ് ഷേപ്പ് ആവുള്ളൂ. അതേപോലെയാണ് സോളിഡ്സിൻ്റെ കാര്യത്തിലും എന്താണ്, ഫിക്സഡ് ഷേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവർ ഇതിനകത്തുള്ള പാർട്ടിക്കിൾസൊക്കെ വളരെ അടുത്തടുത്തായിരിക്കണം നിൽക്കുന്നത്. ആ പാർട്ടിക്കിൾസ് അടുത്ത് നിൽക്കണമെങ്കിൽ പാർട്ടിക്കിൾസിനകത്തുള്ള അട്രാക്ഷൻ എന്തായിരിക്കണം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ആകർഷണം എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. കാരണം നമുക്ക് ഒരു പാർട്ടിക്കിൾ മറ്റൊരു പാർട്ടിക്കിളുമായിട്ട് അടുത്ത് നിൽക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ നമുക്ക് പഠിക്കാം, അന്നിപ്പം ഓർക്കണ്ട. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, 2 പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻസ്
ആകർഷണം കൂടുതലായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒന്ന് മറ്റൊന്നിൻ്റെ അടുത്ത് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കാര്യം പറഞ്ഞു. സോളിഡ് പാർട്ടിക്കിളിന് എന്തുണ്ട്, ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. ഫിക്സഡ് ഫേസ് ഷേപ്പ് ഉണ്ടാവാൻ കാരണം എന്താ, പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അകലം കുറവാണ്. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളൊരു പെണ്ണെടുത്തിട്ട് ഈ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും കിട്ടും ഇതേ കാര്യം തന്നെ. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു നോട്ട് എടുത്തിട്ട് പോയിൻറ്റ്സ് ഒന്ന് എഴുതി വെക്കുന്നത് നന്നാവും. ഓക്കെ, അപ്പോൾ പദാർത്ഥങ്ങളുടെ അകലം എന്താണ്, വളരെ കുറവാണ് അല്ലേ, ഡിസ്റ്റൻസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, പദാർത്ഥങ്ങളുടെ അട്രാക്ഷൻ എന്താണ്, വളരെ കൂടുതലാണ്. അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് അടുത്തടുത്ത് നിൽക്കുന്നു. പിന്നെ സോളിഡ് ഫോമിൻ്റെ മറ്റൊരു പ്രത്യേകത മൂവ്മെൻറ്റ്. അത് അടുത്താണ് നമുക്ക് ചലനം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്ന് പറയും. എന്താ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ചുറ്റിലും ആരുമില്ല അല്ലേ, എൻ്റെ ചുറ്റിലും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഇത്രയും സ്പേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരും എൻ്റെ തൊട്ടടുത്തൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാം, ഈ ചോക്ക് പീസിനകത്ത് ഓരോരോ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, അതിന് തൊട്ടടുത്ത് എന്തുണ്ട്, മറ്റൊരു പാർട്ടിക്കിൾ ഉണ്ട്. വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുക അല്ലേ. നിങ്ങൾ തിരക്കുള്ള ബസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് കൂടെ ഓടി നടക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, തിരക്കുള്ള ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവാറില്ല. നിങ്ങൾ സ്കൂളിൽ തിരക്കുള്ള ബസ് കയറിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലേക്ക് വരൽ അല്ലേ. ആ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ. തിരക്കുള്ള ബസ്സാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തിരിയാൻ പോലും പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ടൈറ്റായിട്ട് അവിടെ നിൽക്കും. അതേപോലെയാണ് ചോക്ക് പീസിലെ പാർട്ടിക്കിൾസിൻ്റെ സ്ഥിതി. അവർക്ക് അവിടെ എന്തില്ല, മൂവ്മെൻ്റ് ഇല്ല. കാരണം എന്താ, ഡിസ്റ്റൻസ് വളരെ കുറവാണ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അവർ വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, മൂവ്മെൻ്റ് ഇല്ല. ഓക്കെ, മൂവ്മെൻ്റ് ഇല്ല അല്ലെങ്കിൽ ചലനം ഇല്ല. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഈ പറയുന്ന ഓരോ പോയിൻറ്റ്സും നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. അടുത്തെന്ന് പറഞ്ഞാൽ എനർജിയാണ്. യൂണിവേഴ്സിൽ പലതരത്തിലുള്ള എനർജീസ് ഉണ്ട് അല്ലേ. ഹീറ്റ് എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, പലതരത്തിലുള്ള എനർജീസ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എനർജി കൈനറ്റിക് എനർജി, മലയാളത്തിൽ ഗതികോർജ്ജം എന്ന് പറയും. എന്താണ് ഗതികോർജ്ജം അല്ലെങ്കിൽ എന്താണ് ഈ കൈനറ്റിക് എനർജി? ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് നമ്മളതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുക. മൂവിങ് എനർജി, അതായത് മൂവ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് കിട്ടുന്ന എനർജിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്നാണ് പറയുക, മൂവിങ് എനർജി എന്നാണ് പറയുക. ഓക്കെ, ചലനോർജ്ജം എന്ന് പറയും, മലയാളത്തിൽ ചലനോർജ്ജം എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു മൂവ്മെൻറ്റ് കുറവാണെന്ന് പറഞ്ഞു. മൂവ്മെൻറ്റ് കുറവാണെങ്കിൽ അവിടെ മൂവിങ് എനർജി എന്തായിരിക്കും, ചലനോർജ്ജം എന്തായിരിക്കും, കുറവായിരിക്കും. കൈനറ്റിക് എനർജി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചു? 4 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞത്? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഷേപ്പ് പറഞ്ഞു, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായത്? പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആണ്, അടുത്തടുത്ത് നിൽക്കുന്നു. പിന്നെ നമ്മളെന്ത് പറഞ്ഞു? പിന്നെ മൂന്നാമത്തെ നമ്മളെന്താ പറഞ്ഞത്? പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷൻ എന്താണ്, കൂടുതലാണ്. നാലാമത്തത് നമ്മളെന്താ പറഞ്ഞത്? മൂവ്മെൻറ്റ് അല്ലേ, മൂവ്മെൻറ്റ് ചലനം വളരെ കുറവാണ്. അഞ്ചാമത്തെ നമ്മളെന്താ പറഞ്ഞത്? എനർജി അല്ലെങ്കിൽ മൂവിങ് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്താണ്, വളരെ കുറവാണ്. ഇത്രയും കാര്യമാണ് എന്ത് ചെയ്യാനുള്ളത്, സോളിഡ്സിൻ്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതേപോലെ തന്നെ ഇപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയുന്ന ലിക്വിഡും ഗ്യാസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പറയാൻ പറ്റും. കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലിക്വിഡും ഗ്യാസും എന്താണ്, കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ദ്രാവകങ്ങളുടെ പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ ഖരം അല്ലെങ്കിൽ സോളിഡ്സിൻ്റെ പ്രത്യേകത പറഞ്ഞു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ്സിൻ്റെ പ്രത്യേകതയാണ്. ലിക്വിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പം വാട്ടർ ഒരു ലിക്വിഡാണ്, കെറോസിൻ മണ്ണെണ്ണ ഒരു ലിക്വിഡാണ്, പെട്രോൾ അതൊരു ലിക്വിഡാണ്. അങ്ങനെ പലതരത്തിലുള്ള ലിക്വിഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ലിക്വിഡ്സിനൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവമുണ്ട് അല്ലേ. ഇവരെ ഒന്നും ഒരു ഡെഫിനിറ്റ് ഷേപ്പില്ല അല്ലെ. വെള്ളത്തിന് നിങ്ങൾക്കൊരു വ്യക്തമായ ഷേപ്പ് കാണിച്ചു തരാൻ പറ്റും അല്ലേ. നിങ്ങളിപ്പോൾ എടുക്കുന്നത് ഈ വെള്ളം അല്ലെങ്കിൽ വാട്ടറിനെ നിങ്ങളൊരു പാത്രത്തിലെടുക്കുകയാണെന്ന് കരുതിക്കും. അപ്പോൾ ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് കിട്ടുക അല്ലേ. നിങ്ങളതിനെ എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ്സിലെടുക്കുകയാണ്, അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഷേപ്പാണ് കിട്ടുക അല്ലേ. അപ്പോൾ അതായത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആകൃതി ഷേപ്പ് എന്തിനില്ല, ലിക്വിഡിനില്ല. അതൊന്നാമത്തെ പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ സോളിഡ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അട്രാക്ഷൻ എന്ന് പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ മൂവിങ് എന്താണെന്ന് നോക്കാം. നമുക്ക് മൂവിങ് നോക്കാം. രണ്ടാമത്തെ മൂവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ലിക്വിഡ്സിന് ചലിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഒരു വെള്ളം എടുത്തിട്ട് തറയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ചോക്ക് ഒരു സോളിഡാണെന്ന് പറഞ്ഞു. ഈ സോളിഡായിട്ടുള്ള ചോക്ക് എനിക്ക് ഈ തറയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ തറയിൽ നിൽക്കും അല്ലേ. ഞാൻ ഈ തറയിൽ അല്ലെങ്കിൽ ഈ ബെഞ്ചിൻ്റെ മുകളിൽ ഞാൻ ഈ ചോക്ക് പീസ് വെക്കുകയാണെങ്കിൽ ഈ ചോക്ക് അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഈ ലിക്വിഡ് ഒരു വെള്ളം വാട്ടർ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ വെക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? ഇല്ല. കാരണം വെള്ളം ബെഞ്ചിൻ്റെ മുകളിൽ വെച്ചാൽ അതെന്ത് ഒലിച്ചു പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ലിക്വിഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൂവിങ് എന്താണ് കൂടുതലാണ് അല്ലേ. അതെന്തുകൊണ്ടാണ് മൂവിങ് കൂടാൻ കാരണം? അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ. അപ്പം വാട്ടറിനകത്തുള്ള പാർട്ടിക്കിൾസ് നമുക്ക് പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ലിക്വിഡ്സ് ആയിട്ടൊരു എക്സാമ്പിളായിട്ട് ഇതൊരു ലിക്വിഡാണെന്ന് കരുതിക്കും. ഇപ്പോൾ ഞാനൊരു പാത്രത്തിനകത്ത് ലിക്വിഡ് എടുക്കുകയാണ്. ഇതിനകത്തുള്ള പാർട്ടിക്കിൾ തമ്മിൽ എന്തുണ്ട്? കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ. പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ സോളിഡ്സിൽ നമ്മൾ നോക്കിയ സമയത്ത് സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസൊക്കെ എന്തായിരുന്നു? വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആയിരുന്നു, അടുത്തടുത്തായിരുന്നു അല്ലേ. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ എന്തുണ്ട്? കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ഇവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഈ പാർട്ടിക്കിൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലേ ഇതിൻ്റെ ഇടയിൽ? ഇവിടെ സോളിഡ്സിൽ ആ സ്പേസ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസ് അല്ലേ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ് അകലം എന്താണ്? സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഖരത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ദ്രാവകത്തിൽ അകലം കൂടുതലാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നത്? വെള്ളം പെട്ടെന്ന് ഒഴുകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചോക്ക് ഒഴുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നമുക്കൊരു മൊബൈലാണെങ്കിൽ മൊബൈലൊക്കെ ഒരു സോളിഡാണ്, അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒഴുകൂല. അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? കുറവാണ്, അടുത്താണ്. അപ്പോൾ ആ ഡിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് എന്ത് എനർജി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? കൈനറ്റിക് എനർജി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലേ. ഗതികോർജ്ജമായിട്ടാണ് അല്ലെങ്കിൽ ചലനോർജ്ജമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചലനത്തിനുള്ള ശേഷി കൂടുമ്പോൾ, മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുമ്പോൾ എന്ത് എനർജി കൂടും? കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ്സിൻ്റെ കൈനറ്റിക് എനർജി എന്താണ്? കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഓക്കെ. ഇനി നമ്മളിപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഷേപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് പറഞ്ഞു, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരു ലിക്വിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലിക്വിഡ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റേറ്റ്. നമുക്കിവിടെ ചോദ്യം വന്നതും എന്തിനെ കുറിച്ചായിരുന്നു? ഗ്യാസ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലേ. NMMSൻ്റെ 2017 ചോദിച്ച ചോദ്യം. അപ്പോൾ 2017 വാതകത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം ചിലപ്പം സോളിഡ്സിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ ഖരവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, ചിലപ്പം ദ്രാവകമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഈ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലും ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് വാതകത്തിൻ്റെ പ്രത്യേകത. വാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം ഓക്സിജൻ. അപ്പം ഞാനൊരു സിലിണ്ടറിനകത്ത് ഒരു ഓക്സിജൻ ഗ്യാസ് എടുക്കുകയാണ്. ഇതൊരു സിലിണ്ടർ കൺസിഡർ ചെയ്യാം. ഈ സിലിണ്ടറിനകത്ത് ഓക്സിജൻ ഗ്യാസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ പാർട്ടിക്കിൾസ് തമ്മിൽ, ഓരോ പാർട്ടിക്കിളും തമ്മിൽ നേരത്തെ നമ്മൾ ലിക്വിഡ്സിൽ കണ്ട പോലെയല്ല, മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടാവും. അവർക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുക, ഏറ്റവും അകലത്തിൽ നിൽക്കുക എപ്പോഴാണ്? വാതക രൂപത്തിലാണ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റിലാണ്. അതെന്ത് ചെയ്യുക? അതിൻ്റെ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഗ്യാസസിനെ ഒരിക്കലും ഒരു വാതകത്തിന് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ വെക്കണം. ഇപ്പോൾ ഓക്സിജൻ ഗ്യാസ് എടുത്തിട്ട് ഒരു ഡെസ്കിൻ്റെ മുകളിൽ വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെസ്കിലേക്ക് ഒഴിക്കുക അല്ലെ, ചോക്ക് വേണമെങ്കിൽ ഡെസ്കിൻ്റെ മുകളിൽ വെക്കാം. പക്ഷേ ഒരു ഓക്സിജൻ ഗ്യാസ് നിങ്ങൾക്ക് ഡെസ്കിൻ്റെ മുകളിൽ വെക്കുക എന്ന് പറയുന്നത് ഓക്സിജൻ ഗ്യാസ് ആ ഡെസ്കിൻ്റെ മുകളിൽ നിൽക്കുമോ? ഇല്ല. കാരണം എന്താ? അതെന്ത് ചെയ്യും? വേപ്പറായിട്ട് അല്ലേ, ആ ഗ്യാസായിട്ട് മുകളിലേക്ക് പോകും. അതാണ് നമ്മളതിൻ്റെ ഗ്യാസിൻ്റെ പ്രത്യേകത.
അതെന്തുകൊണ്ടാണ്? അവിടെ മൂവിങ് കൂടുതലാണ്, അതായത് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? മൂവിങ് കൂടുതലാണ്. അല്ലെങ്കിൽ എന്താണ്? കൈനറ്റിക് എനർജി കൂടുതലാണ്. കൈനറ്റിക് എനർജി കൂടുതലാണ്. മൂവിങ് കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കൂടും. മനസ്സിലായില്ലേ? ഡിസ്റ്റൻസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? പാർട്ടിക്കിൾസിന്, ഗ്യാസസ് പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യില്ല? ഒരു രീതിയിലുള്ള ഷേപ്പ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മളൊരു ഗ്യാസ് മോളിക്യൂൾസിന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയാറില്ല, അല്ലെ? ഓക്സിജൻ ഗ്യാസ് ഉണ്ടെന്ന് പറയാതല്ലാതെ നമ്മൾ ഓക്സിജൻ ഗ്യാസ് കാണുന്നുണ്ടോ? ഇല്ല. കാരണം പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കണം. സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നതിനെ കുറിച്ച് കുറച്ച് എന്ത് ചെയ്യുക? നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് ബന്ധിപ്പിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ രീതിയിൽ വെള്ളം ഒഴുകും, അപ്പോൾ അവിടെ മൂവിങ് കൂടുതലാണ്. അതേപോലെ തന്നെ ഗ്യാസസ് എന്ന് പറയുമ്പോൾ ഗ്യാസ് പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു സിലിണ്ടറിൽ കൂടെ ഗ്യാസ് പെട്ടെന്ന് എസ്കേപ്പ് ആവും, അല്ലേ? അപ്പോൾ അതിന് കുറച്ചുകൂടെ എന്താണ്? ഫാസ്റ്റ് മൂവിങ് ആണ്. അപ്പോൾ നമ്മളെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചോദ്യം ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കാം. താഴെ പറയുന്നവയിൽ വാതകാവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ശരിയായ പ്രസ്താവന ഏതാ? അന്തർ തന്മാത്രാ ബലങ്ങൾ ഏറ്റവും കൂടുതലാണ്. അത് ശരിയാണോ? അന്തർ തന്മാത്രാ ബലം. എന്താ അന്തർ തന്മാത്രാ ബലം? അന്തർ എന്ന് പറഞ്ഞാൽ ഇന്നർ, അല്ലേ? ഉള്ളിലുള്ള തന്മാത്രകൾ, ഉള്ളിലുള്ള കണികകൾ, അല്ലേ? അവർ തമ്മിലുള്ള ബലം ഏറ്റവും കൂടുതലാണ്. വാതകത്തിൽ ഏറ്റവും കൂടുതലാണോ? ബലം കൂടുതലാണോ? അടുത്തടുത്താണോ നിൽക്കുന്നത്? അല്ല, ബലം കൂടുതലല്ല, കുറവാണ്. കാരണം ബലം കൂടുതലായിരുന്നെങ്കിൽ എന്താവേണ്ടിയിരുന്നു? അടുത്തടുത്ത് നിൽക്കേണ്ടിയിരുന്നു. വാതകത്തിൽ അടുത്തടുത്താണോ നിൽക്കുന്നത്? അല്ല, മാക്സിമം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, അല്ലേ? ഒരു സിലിണ്ടർ എടുത്തപ്പോൾ ആ സിലിണ്ടറിൻ്റെ 4 മൂലയിലാണ് എന്ത് നിൽക്കുന്നത്? ഈ ഗ്യാസസ് പാർട്ടിക്കിൾസ് നിൽക്കുന്നത്. അതായത് അത്രയും മാക്സിമം എത്രത്തോളം ഡിസ്റ്റൻസ് നിൽക്കാൻ പറ്റുമോ അത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അട്രാക്ഷൻ എന്താണ്? അന്തർബലം എന്താണ്? അന്തർ തന്മാത്രാ ബലം എന്താണ്? വളരെ കുറവാണ്. പക്ഷേ ഇവിടെ കൊടുത്താൽ എന്താ? അന്തർ തന്മാത്രാ ബലം കൂടുതലാണ്. അപ്പോൾ അത് ശരിയാണോ? അല്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? അന്തർ തന്മാത്ര സ്ഥലം ഏറ്റവും കൂടുതലാണ്, അല്ലെങ്കിൽ ഇൻ്റർ മോളിക്കുലാർ സ്പേസ് ഈസ് മാക്സിമം. ഇൻ്റർ മോളിക്കുലാർ സ്പേസ് ഈസ് മാക്സിമം. അത് ശരിയല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യമല്ലേ? ഇൻ്റർ മോളിക്കുലാർ സ്പേസ് മാക്സിമം അല്ലേ? മാക്സിമം സ്പേസിൽ നിൽക്കാൻ പറ്റുന്നില്ല ഗ്യാസസ് മോളിക്യൂൾസിന്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണെന്ത്? നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം നമുക്ക് വെറുതെ ഓപ്ഷൻ ഒന്ന് വായിക്കാം. നിയതമായ ആകൃതിയും വ്യാപ്തവുമുണ്ട്. ഗ്യാസസിന് കൃത്യമായിട്ടുള്ള ആകൃതിയും വ്യാപ്തവും ഉണ്ടോ? ഇല്ല, അല്ലേ? അതേപോലെ തന്നെ നിയതമായ വ്യാപ്തമുണ്ട് എന്നാൽ നിയതമായ ആകൃതിയില്ല. അങ്ങനെയാണോ? വ്യാപ്തമുണ്ട് പക്ഷേ ആകൃതിയില്ല. അങ്ങനെയാണോ? അല്ല, ഗ്യാസസിന് വ്യാപ്തവും ഇല്ല, ആകൃതിയും ഇല്ല, അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നിയതമായ ആകൃതിയും വ്യാപ്തവും ഉണ്ട് എന്നുള്ളത് എന്താണ്? തെറ്റാണ്. അടുത്ത എന്താണ്? നിയതമായ വ്യാപ്തമുണ്ട് എന്നാൽ നിയതമായ ആകൃതിയില്ല. അതും എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായത് എന്താണ്? അന്തർ തന്മാത്രാ സ്ഥലം ഏറ്റവും കൂടുതലാണ്, അല്ലെങ്കിൽ ഇൻ്റർ മോളിക്കുലാർ സ്പേസ് ഈസ് മാക്സിമം എന്നുള്ളതാണ് എന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ചോദ്യം പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ചോദ്യം പറഞ്ഞു എന്നുള്ളതല്ല, നമ്മളെന്ത് ചെയ്തു? അതുമായി ബന്ധപ്പെട്ടിട്ട് സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ പറഞ്ഞ ഓരോ പ്രോപ്പർട്ടി ഞാൻ ബോർഡിൽ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് എഴുതിയെടുക്കുക. ബോർഡിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എഴുതി പോകേണ്ടി വരും. അതിൽ നല്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഒന്ന് നിർത്തിയിട്ട് അതൊന്ന് എഴുതിയെടുത്താൽ മതി. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ക്ലാസ് കണ്ട് നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും, അത് 2016 ചോദിച്ച ചോദ്യമാണ്. NMMSൻ്റെ 2016 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഖരപദാർത്ഥത്തിന് മാത്രം അനുയോജ്യമായത് തിരഞ്ഞെടുത്തെഴുതുക.
താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഖരപദാർത്ഥത്തിന് മാത്രം അനുയോജ്യമായത് തിരഞ്ഞെടുത്തിരിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കാം. ഫ്രം ദി ഫോളോയിങ് സെലക്ട് വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു സോളിഡ് സബ്സ്റ്റൻസസ് എലോൺ. ഓക്കെ, അതിൽ ഓപ്ഷൻ വായിക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഈസ് വെരി ലാർജ്. കണികകൾക്കിടയിലുള്ള അകലം കൂടുതലാണ്. സോളിഡ്സിൻ്റെ കണികകൾ തമ്മിലുള്ള അകലം കൂടുതലാണോ? നമ്മൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത് വെച്ചിട്ട് നിങ്ങൾ പറ അല്ല അല്ലേ, അകലം കുറവാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എനർജി ഓഫ് പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ. പാർട്ടിക്കിൾസിൻ്റെ എനർജി വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. വളരെ കൂടുതലാണോ? എനർജി വളരെ കൂടുതലാണോ? അല്ല. കാരണം എന്താ? വളരെ കുറവാണ്. കാരണം ഞാൻ പറഞ്ഞിട്ട് എന്ത് എനർജിയാണ്? കൈനറ്റിക് എനർജിയാണ്, മൂവിങ് എനർജിയാണ്. സോളിഡ് പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോളിഡ് പാർട്ടിക്കിൾസിന് മൂവിങ് എനർജി കുറവാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. തേർഡ് ഓപ്ഷൻ നോക്കാം. പാർട്ടിക്കിൾസ് ഹാവ് ഗ്രേറ്റർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. കണികൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണോ സോളിഡ്സിൽ ക്ലോസ്ലി പാക്ക്ഡ് അല്ലേ, വളരെ അടുത്തടുത്തല്ലേ നിൽക്കുന്നത്. അടുത്തടുത്ത് നിന്നാൽ അവർക്ക് ചലിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? റോങ് ആണ്. ഓക്കെ, അപ്പോൾ നാലാമത്തെ നോക്കാം. പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. കണികകൾ വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയല്ലേ? പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് എന്താണ്? വളരെ ശരിയാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഏതാണ്? ഡി ഓപ്ഷനാണ് തന്നിരിക്കുന്നതിൽ സോളിഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഈ കൺസെപ്റ്റ് പഠിച്ചു അല്ലെ, ഈ കൺസെപ്റ്റുമായിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ 4 പ്രോപ്പർട്ടീസും മനസ്സിലാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തൊരു കൺസെപ്റ്റാണ്. അടുത്തൊരു കൺസെപ്റ്റും പറയാം, ഒരു ചോദ്യവും പറയാം. ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അടുത്ത കൺസെപ്റ്റ് പറയാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും ഒരേ ഗുണങ്ങൾ കാണിക്കുന്നു. ഫസ്റ്റ് വണ്ണാണ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ശരിയായതല്ല, തെറ്റായ പ്രസ്താവന. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും ഒരേ ഗുണങ്ങൾ കാണിക്കുന്നു. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. തേർഡ് വൺ, ഹൈഡ്രജൻ ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. ഫോർത്ത് വൺ, ഒരു സംയുക്തത്തിൻ്റെ ആറ്റങ്ങൾ വ്യത്യസ്തമാണ്. ഒരു സംയുക്തത്തിലുള്ള ആറ്റങ്ങൾ വ്യത്യസ്തമാണ്. ഇതിലേതാണ് തെറ്റായത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. ആൾ ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഷോ ദി സെയിം പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് വൺ, എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ്. തേർഡ് വൺ, ഹൈഡ്രജൻ ഈസ് എ മോണോ ആറ്റോമിക് മോളിക്യൂൾ. ഫോർത്ത് വൺ, ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, ഇതാണ് ഈ 4 ഓപ്ഷൻസാണ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യം വായിച്ചിട്ട് ചോദ്യം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മൂലകം, ആറ്റം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? മോളിക്യൂൾസ്, കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് മൂലകങ്ങൾ എന്ന് നമ്മൾ പറയണം. അതേപോലെ സെക്കൻഡ് വൺ എന്താണ് തന്മാത്രകൾ എന്ന് പറയണം. അതായത് മോളിക്യൂൾസ് എന്ന് കാണാം നിങ്ങൾക്ക് ചോദ്യത്തിൽ, അല്ലെങ്കിൽ തന്മാത്രകൾ എന്താണെന്ന് അറിയണം. എന്താണ് മോണോ ആറ്റോമിക് അല്ലെങ്കിൽ ഏകാറ്റോമിക തന്മാത്ര? ഹൈഡ്രജൻ ഒരു ഏകാറ്റോമിക് എന്ന് പറയുന്നുണ്ട് ഓപ്ഷനിൽ. അപ്പോൾ എന്താണ് ഏകാറ്റോമിക തന്മാത്ര അല്ലെങ്കിൽ മോണോ ആറ്റോമിക് മോളിക്യൂൾ എന്താണെന്ന് അറിയണം. സംയുക്തങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലേ, കോമ്പൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ കെമിസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്: എലമെൻറ്റ്സ്, മൂലകങ്ങൾ, അതേപോലെ തന്നെ തന്മാത്രകൾ, അതുപോലെ തന്നെ സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം മൂലകം എന്താണെന്ന് നോക്കാം. പദാർത്ഥങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. നമുക്ക് മൂലകങ്ങൾ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും പലതരത്തിലുള്ള മൂലകങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടായതാണ്. ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം അല്ലേ? ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെള്ളം
അല്ലേ? നമ്മളെല്ലാവരും രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞ എല്ലാ സമയത്തും നമ്മൾ കുടിക്കുന്ന ഒരു സാധനമാണെന്ത്? വാട്ടർ അല്ലെങ്കിൽ വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഈ വെള്ളം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് ആ വെള്ളത്തിനകത്തുള്ളത്? ഇല്ലേ? സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവും. നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും അത് അതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കൂലേ? ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ബിരിയാണിനകത്ത് എന്താണുള്ളത് നോക്കും, അല്ലെ? ചിക്കൻ ബിരിയാണിയാണോ ബീഫ് ബിരിയാണിയാണോ? അപ്പോൾ നമ്മൾ ബിരിയാണി എന്താ നോക്കും. അപ്പോൾ എന്താണ് സാധനം, ആ സാധനം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് നമുക്കറിയണ്ടേ? ഇപ്പോൾ ഒരു മൊബൈൽ, ഇപ്പോൾ ഒരു ചോക്ക്, എന്താണെങ്കിലും നമ്മളെന്താ നമുക്ക് എന്താണ് ക്യൂരിയോസിറ്റി, എന്താ ഇതിനകത്ത് എന്താ ഉള്ളത്, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം, അപ്പോൾ ഈ വെള്ളം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് അറിയണ്ടേ? അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് മൂലകങ്ങളാൽ നിർമ്മിതമാണ്. ഓക്കെ, അല്ലെങ്കിൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഫോം ചെയ്തത്. അപ്പോൾ നിങ്ങൾ അടുത്ത സംശയം, ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ മൂലകങ്ങളാണ് വാട്ടർ ഫോം ചെയ്തത്? അപ്പോൾ നമുക്ക് മനസ്സിലാവും 2 പ്രധാനപ്പെട്ട മൂലകങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഹൈഡ്രജനെ നമ്മൾ അങ്ങനെ ഡിനോട്ട് ചെയ്യുക H, അല്ലേ? രണ്ടാമത്തെ എന്താണ്? ഓക്സിജൻ Hഉം ഹൈഡ്രജനും ഓക്സിജനും, അല്ലേ? O എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് കൂടിച്ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ജല തന്മാത്ര കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന ഓരോ മാറ്ററും അല്ലെങ്കിൽ ഓരോ പദാർത്ഥവും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ വെള്ളം പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് ഞാൻ വെള്ളം പറഞ്ഞു എന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് എടുക്കാം, അല്ലേ? നമ്മൾ ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാചകത്തിന് നമുക്ക് ഉപ്പ് ഉപയോഗിക്കാണ്ട് നമുക്ക് ഒരു ഭക്ഷണവും കഴിക്കാറില്ല, അല്ലേ? നമ്മൾ എന്ത് ഭക്ഷണത്തിലാണെങ്കിലും ഉപ്പ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഉപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഉപ്പെന്ന് പറയുന്നത് സോഡിയം എന്ന് പറയുന്ന മൂലകവും ക്ലോറിൻ എന്ന് പറയുന്ന മൂലകവും എലമെൻറ്റും സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. ഇവർ തമ്മിൽ കൂടിച്ചേർന്ന് നമ്മൾ അവരെന്ത് വിളിക്കും? സോഡിയം ക്ലോറൈഡ്. വാട്ടറിന് എന്ത് വിളിക്കും? H2O, അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് H2O വാട്ടർ എന്ന് വിളിക്കുക. അപ്പോൾ വാട്ടറിനകത്ത് 2 എലമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ 2 മൂലകങ്ങളുണ്ട്. ഒന്ന് ഹൈഡ്രജനാണ്, ഒന്ന് ഓക്സിജനാണ്. അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, ഉപ്പിനകത്ത് സാൾട്ടിനകത്ത് സോഡിയവും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ക്ലോറിനും ഉണ്ട്. അപ്പോൾ മൂലകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, മൂലകങ്ങളാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അന്തരീക്ഷത്തിലുള്ള ഏതൊരു വസ്തുവിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ്? മൂലകങ്ങളിൽ നിന്നാണ്. മൂലകങ്ങളാണ്, എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുക എത്ര എലമെൻറ്റ്സ് ഉണ്ട്, നമ്മൾ കണ്ടുപിടിച്ചതിൽ ഇപ്പോൾ നിലവിൽ എത്ര എലമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മളെ പീരിയോഡിക് ടേബിൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മെല്ലെ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടിക എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടികയിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയത് 117 എലമെൻറ്റ്സിനെ കുറിച്ചാണ്. നമുക്ക് NMMSൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എത്ര എലമെൻറ്റ്സ് നമ്മളെ അറ്റ്മോസ്ഫിയറിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തിൽ എത്രത്തോളം മൂലകങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ മനസ്സിലാക്കണം എത്രയാണ്? 117 എലമെൻറ്റ്സ് ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മളെ ചുറ്റുമുള്ളത്, അല്ലേ? നമ്മുടെ എൻവയോൺമെൻറ്റിൽ 117 മൂലകങ്ങളുണ്ട്. ആ 117 വ്യത്യസ്ത മൂലകങ്ങൾ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത അനുപാതത്തിൽ കൂടി ചേരുമ്പോഴാണ് വ്യത്യസ്ത തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട. പദാർത്ഥം പറയുന്ന സമയത്ത്, മാറ്റർ പറയുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എലമെൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്താണ് തന്മാത്ര എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എലമെൻറ്റ്സ് കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എന്താ? മൂലകങ്ങൾ കൂടിച്ചേർന്നാൽ തന്നെയാണ് തന്മാത്ര ഉണ്ടാവുക അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ടാവുക. ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന H, അല്ലേ? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം H എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. H എന്ന് പറയുന്ന മൂലകം, ഈ മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണെന്ത്? ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഫോമാണെന്ത്? ഹൈഡ്രജൻ ആറ്റം, അല്ലേ? നമ്മൾ ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റുകയാണ്. ഹൈഡ്രജനെ നമ്മൾ ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റുകയാണ്. അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ ഏറ്റവും ചെറിയ, നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഏറ്റവും ചെറിയൊരു ഫോം, ഹൈഡ്രജൻ എലമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹൈഡ്രജൻ ആറ്റം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആറ്റം, ഈ ഹൈഡ്രജൻ ആറ്റമായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രജൻ സിംഗിളായിട്ട് ഒറ്റയ്ക്ക് അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിയില്ല? ഹൈഡ്രജൻ ആറ്റത്തിന് കഴിയില്ല. കഴിയോ? ഇല്ല. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യും?
ഒരു ഹൈഡ്രജൻ എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഒറ്റയ്ക്കായിട്ട് നിൽക്കാൻ കഴിയാത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ പറയണം. കാരണം നിങ്ങൾക്ക് 8ാം ക്ലാസ് വരെ നമുക്കത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനില്ല. നിങ്ങൾ 9ലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനില്ല, ആ സ്റ്റെബിലിറ്റിനെ കുറിച്ചൊന്നും എന്ത് ചെയ്യാനില്ല, കൂടുതലായിട്ട് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് നമുക്ക് പോകണ്ട. നമ്മൾ എന്ത് ചെയ്യുക, എന്ത് മനസ്സിലാക്കി വെക്കുക, ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ ഹൈഡ്രജന് സ്വതന്ത്രമായിട്ട് നിൽക്കണമെങ്കിൽ ഹൈഡ്രജൻ എന്ത് വേണം, ഹൈഡ്രജൻ ഒരൊറ്റ ഹൈഡ്രജൻ ആറ്റമായിട്ട് ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ നിൽക്കാൻ കഴിയാത്ത ആ ഒരു സ്വഭാവത്തിന് അതിനെയാണ് നമ്മൾ പറയുക, അങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പറയും ഹൈഡ്രജൻ ഈസ് എ സ്റ്റേബിൾ ആറ്റം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഒരു സ്ഥിരതയുള്ള ആറ്റമാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ ഹൈഡ്രജൻ എന്തല്ല, ഒരു സ്ഥിരതയുള്ള ആറ്റമല്ല, ഹൈഡ്രജൻ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു ആറ്റം അല്ല. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഹൈഡ്രജൻ എന്ത് വേണം, ഹൈഡ്രജന് മറ്റൊരു ഹൈഡ്രജനും കൂടെ ഉണ്ടെങ്കിലേ ഹൈഡ്രജൻ എന്ത് ചെയ്യുള്ളൂ, അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കും, 2 ഹൈഡ്രജൻ ഉണ്ട്, നമ്മൾ അതിനെന്ത് വിളിക്കും, H2 എന്ന് വിളിക്കും അല്ലേ. 2 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയും. മലയാളത്തിൽ സ്ഥിരത എന്ന് പറയും, ഇംഗ്ലീഷിൽ സ്റ്റെബിലിറ്റി എന്ന് പറയും. അപ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്താൽ നമ്മൾ അതിനെന്ത് വിളിക്കും, H2നെ നമ്മൾ എന്ത് വിളിക്കും, മോളിക്യൂൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക, മോളിക്യൂൾസ്. എന്ത് വിളിക്കും, മോളിക്യൂൾ. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്താ പറയുക, തന്മാത്ര എന്ന് പറയും. അപ്പോൾ എന്താണ്, 2 ഹൈഡ്രജൻസ് കൂടി ചേർന്നിട്ട് H2 ഉണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ് 2 ഹൈഡ്രജൻസ് കമ്പൈൻ ചെയ്തത്, 2 ഹൈഡ്രജൻസ് കമ്പൈൻ ചെയ്തത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ സ്ഥിരത ലഭിക്കാൻ. സ്ഥിരത ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, തന്മാത്ര എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് വിളിക്കാം. അതേപോലെ തന്നെയാണ് ഓക്സിജൻ്റെ കേസിൽ എന്താണ്, ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, ഓക്സിജൻ എന്തില്ല, ഇതേപോലെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ 2 ഓക്സിജൻ എന്ത് ചെയ്യും, മറ്റൊരു ഓക്സിജൻ ആറ്റമായിട്ട് കൂടി ചേർന്നിട്ട് O2, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ O2. അപ്പോൾ O2നെ എനിക്ക് എന്ത് വിളിക്കാം, O2നെ ഞാൻ ആറ്റം എന്നല്ല വിളിക്കുക, എന്താ വിളിക്കുക, മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്നാണ് വിളിക്കുക. O2നെ ഞാൻ വിളിക്കുക എന്താണ്, മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോൾ H2നെ തന്മാത്ര എന്ന് വിളിക്കും, അതുപോലെ തന്നെ O2നെ ഞാൻ എന്ത് ചെയ്യും, തന്മാത്ര എന്ന് വിളിക്കും. 2 ഓക്സിജൻ കൂടി ചേർന്നിട്ട് O2 ഫോം ചെയ്ത് അതിനെ ഞാൻ എന്ത് വിളിക്കും, തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് വിളിക്കും. ഇത്രയും കാര്യമൊക്കെ ആണോ, ഓക്കെയാണ്. അപ്പോൾ തന്മാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് തന്മാത്ര കിട്ടുക. ചില ആറ്റങ്ങൾക്ക് 3 എണ്ണം വേണ്ടി വരും. ചില ആറ്റങ്ങൾക്ക് എന്ത് വേണ്ടി വരും, 3 എണ്ണം വേണ്ടി വരും. 3 എണ്ണം വരികയാണ്. ഇപ്പോൾ ചില ആറ്റങ്ങൾക്ക് ഒരാൾ തന്നെ ആയാൽ സ്ഥിരത കിട്ടും, സ്റ്റെബിലിറ്റി കിട്ടും. ഒരു എക്സാമ്പിളായിട്ട് ഹീലിയം എന്ന് പറയുന്ന ഹീലിയത്തിന് ഒറ്റയ്ക്ക് നിന്നാലും എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് നിന്നാലും ആൾ സ്റ്റേബിളാണ്. അപ്പോൾ ഹീലിയത്തിന് എനിക്ക് എന്ത് വിളിക്കാം, ആറ്റം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എന്തും വിളിക്കാം, മോളിക്യൂൾ എന്നും വിളിക്കാം. കാരണം എന്താ, ഹീലിയം സിംഗിളായിട്ട് നിൽക്കുമ്പോൾ, ഒറ്റയ്ക്കായിട്ട് നിൽക്കുമ്പോൾ എന്ത് തന്നെയാണ്, സ്ഥിരത കിട്ടിയിട്ടുണ്ട്, സ്റ്റേബിളാണ്. അപ്പോൾ എനിക്ക് ആറ്റം എന്നും വിളിക്കാം, മോളിക്യൂൾ എന്നും വിളിക്കാം, അല്ലെങ്കിൽ തന്മാത്ര എന്നും വിളിക്കാം. ഓക്കെ, ഇവിടെ ഒരാറ്റം മാത്രമുള്ള തന്മാത്രയല്ലേ, ഇവിടെ ഹീലിയം എന്ന് പറയുന്ന ഇവിടെ ഒരൊറ്റ ആറ്റമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും, ഏകാറ്റോമിക തന്മാത്ര എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്താണ്, ഒറ്റ മോണോ ആറ്റോമിക് മോളിക്യൂൾ. ഇതിനെന്ത് വിളിക്കും, ഒരാറ്റം മാത്രം ഉള്ളതുകൊണ്ട് മോണോ ആറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഏക ആറ്റോമിക തന്മാത്ര എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഹൈഡ്രജനിലേക്ക് വരിക. ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ വേണം അല്ലേ, ഹൈഡ്രജൻ സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ 2 ഹൈഡ്രജൻ വേണം. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും, ദ്വയാറ്റോമിക മോളിക്യൂൾ എന്ന് വിളിക്കും. ഹൈഡ്രജൻ നമ്മൾ ദ്വയാറ്റോമിക മോളിക്യൂൾ അല്ലെങ്കിൽ ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് വിളിക്കും. ഒരു എക്സാമ്പിളായിട്ട് വേറൊന്ന്, ഇപ്പം ഒരു എലമെൻ്റ് ഉണ്ടെന്ന് കരുതിക്കും, 3 എണ്ണം സ്റ്റേബിൾ ആവാൻ വേണം. ചില കേസിൽ ഓക്സിജന് 3 എണ്ണം സ്റ്റേബിൾ ആവാൻ വേണം. O3 നമ്മൾ പറയുന്ന O3 എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ പാളി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ ആണെന്ത്, O3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ O3ക്ക് 3 ഓക്സിജൻ വേണം എന്താവാൻ വേണ്ടിയിട്ട്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്സിജൻ, അപ്പം നിങ്ങൾ ചോദിക്കും ഓക്സിജൻ 2 എണ്ണം പോരെന്നല്ലേ സാറ് നേരത്തെ പറഞ്ഞത്. ശരിയാണ്, ഓക്സിജൻ 2 എണ്ണം മതി. പക്ഷേ ചില കേസിൽ ഓക്സിജൻ എന്ത് ചെയ്യാറുണ്ട്, 3 ഓക്സിജനായിട്ട് കൂടി ചേർന്നിട്ട് ഓസോൺ ഫോം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കേസിലാണെങ്കിലും നമുക്ക് എന്ത് പറയാം, 3 ആറ്റങ്ങൾ ചേർന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ട്രൈ ആറ്റോമിക് മോളിക്യൂൾ എന്ന് പറയാം. ട്രൈ ആറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ എന്താണ്, ഏകാറ്റോമിക്, ദ്വയാറ്റോമിക്,
മലയാളത്തിൽ അതിന് ഞാൻ പറയാം, ട്രൈ ആറ്റോമിക് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക.